So module 4ലേക്ക് നമുക്ക് പോവാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇൻ്റഗ്രേറ്റിംഗ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. സോ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്ന മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നറിയപ്പെടുന്നത്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോമുലയിലേക്ക് എത്തുന്ന ഒരു ചെറിയ ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇഫ് യു ആൻഡ് വി ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ദെൻ ബൈ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. നമ്മൾ ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാണ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഈസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ നമ്മൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇൻ്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഡി എക്സ്. സോ ഈ മൂന്ന് ഇൻ്റഗ്രലും നമ്മൾ ഡി എക്സ് കൊടുക്കണം, കാരണം ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ഡി വി ബൈ ഡി എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ വി ഡി യു ബൈ ഡി എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മൂന്ന് ഇൻ്റഗ്രലിലും ഡിനോമിനേറ്ററിലും ഡി എക്സ് ഉണ്ട്, ന്യൂമറേറ്ററിലും ഡി എക്സ് ഉണ്ട്. സോ ഡി എക്സ് ആൻഡ് ഡി എക്സ് ഗെറ്റ് ക്യാൻസൽഡ് ഇൻ ഓൾ ദീസ് ത്രീ ഇൻ്റഗ്രൽസ് ആൻഡ് ഇറ്റ് ബിക്കംസ് ഇൻ്റഗ്രൽ ഡി ഓഫ് യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ഡി വി പ്ലസ് ഇൻ്റഗ്രൽ വി ഡി യു. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു വി ആണ് വന്നിരിക്കുന്നത്. സോ ഇൻ്റഗ്രലും ഡെറിവേറ്റീവ് എന്താണ്? റിവേഴ്സ് പ്രോസസ് ആണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യു വി എന്നാവും. സോ യു വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ഡി വി പ്ലസ് ഇൻ്റഗ്രൽ വി ഡി യു എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ഇൻ്റഗ്രൽ യു ഡി വി എഴുതിയാൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ യു ഡി വി ഈസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ യു ഡി വി ഈസ് യു വി മൈനസ് നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്, ഡി യു വി എന്ന് എഴുതുന്നു മൈനസ് ഇൻ്റഗ്രൽ ഡി യു വി. ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുന്നു, അത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഇനി ബട്ട് ഡി വി ഈസ് ഈക്വൽ ടു വി ഡാഷ്. ഡി വി എന്നുള്ളതിനെ എനിക്ക് എന്താണ്? ഡി വി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വി, അതിനെ വി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ ഡി യുവിനെ ഡെറിവേറ്റീവ് ഓഫ് യു ആണ്, അതിനെ യു ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. സോ അങ്ങനെ ആണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ ഫോമുല എന്താവും? ഇൻ്റഗ്രൽ യു ഡി വി എന്നുള്ളതിന് വി ഡാഷ് എന്ന് കൊടുക്കുന്നു. സോ ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ ഡി യു എന്നുള്ളതിന് എന്ത് കൊടുക്കാം? യു ഡാഷ്. സോ യു ഡാഷ് വി. സോ ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ റിസൾട്ട്, which is integration by parts. Integral u v dash is equal to u v minus integral u dash v. സോ ഈ ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കണം, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ +2 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ അങ്ങനെ അവിടെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇതായിരിക്കും, രണ്ട് യുവും വിയും രണ്ട് ഫംഗ്ഷനായിട്ട് എടുക്കുന്നു. ഇൻ്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന്. സോ അത് തന്നെയാണ് ആക്ച്വലി ഈ ഫോമുല. ഇവിടെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനെ വി ഡാഷ് എന്ന് കൊടുക്കുന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ യു, സെക്കൻഡ് ഫംഗ്ഷൻ വി ഡാഷ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് വി ഡാഷ് എന്ന് ഇതിനെ ഡിനോട്ട് ചെയ്താൽ വി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ വി ഡാഷ് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ വി ഡാഷ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? വി ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വി ഡാഷ് ആണ്, കാരണം വിയുടെ ഡെറിവേറ്റീവ് ആണ് വി ഡാഷ്. സോ വി ഡാഷിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വി ആണ് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേ ഫോമുല തന്നെയാണ്, ഇത് എഴുതുന്നൊരു നൊട്ടേഷൻ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിവിടെ നമ്മുടെ ഇതിനകത്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഫോമുല എഴുതി ചെയ്തു പോകാൻ ശ്രമിക്കുക, കാരണം ഫോമുലയ്ക്ക് മാർക്ക്, സ്റ്റെപ്പിന് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫോമുല തന്നെ എഴുതേണ്ടി വരും. ടെക്സ്റ്റിൽ, പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട, നിങ്ങൾ പണ്ട് പഠിച്ച ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും ഇതും സെയിം തന്നെയാണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു നോട്ടുണ്ട് ഇവിടെ, ശ്രദ്ധിക്കുക. ഇഫ് ടു ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഡക്റ്റ് ആർ ഓഫ്, ഇനി ആ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമല്ലോ, യുവും വി ഡാഷും, ഇൻ്റഗ്രൽ യു വി ഡാഷ് എന്നല്ലേ. സോ ആ രണ്ട് ഫംഗ്ഷൻസ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യണം, ഏത് സെക്കൻഡായിട്ട് ചൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു റൂളാണ് ഇവിടെ പറയുന്നത്. ഇഫ് ടു ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഡക്റ്റ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ടേക്ക് ദാറ്റ് ഫംഗ്ഷൻ വിച്ച് അപ്പിയേഴ്സ് ഇൻ ഫസ്റ്റ് ഇൻ ദ വേർഡ് ഐലേറ്റ് ആസ് യു. സോ നമ്മൾ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷനായിട്ട് വരുമ്പോൾ ഒന്നിനെ യു എന്നും രണ്ടാമത്തെ ഫംഗ്ഷനെ വി ഡാഷ് എന്നും വിളിക്കും. സോ ഈ യു എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് യു എന്ന് പറയുന്നത്. ആ യുവിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഐലേറ്റ് എന്ന് പറയുന്ന വേർഡിൽ ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ്. ഐലേറ്റിൽ ഐ ഡിനോട്ട്സ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എൽ ഡിനോട്ട്സ് ലോഗരിതമിക് ഫംഗ്ഷൻ, എ ഡിനോട്ട്സ് ഓൾജിബ്രായിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? ടാൻ ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, അതൊക്കെ. ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് വരുന്ന, ലോഗ് എക്സ് പ്ലസ് 1 എനിത്തിങ് ലോഗ് വരുന്ന. ഓൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് പോലെ വരുന്നത്, എക്സ് പ്ലസ് 1, അതേപോലെ x² ബൈ x പ്ലസ് 2
ആ രീതിയിൽ വരുന്ന ഫംഗ്ഷൻസ്. ഇനി ടി ഡിനോട്ട്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, സൈൻ കോസ് ടാൻ, അതൊക്കെ. ഇ ഡിനോട്ട്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു വൈ, അതുപോലത്തെ വരുന്നു. സോ ഇതിലേതാണോ ഐലേറ്റ് എന്ന വേർഡിൽ ആദ്യം വരുന്നത്, രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ ഈ ഐലേറ്റ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്ററിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഫംഗ്ഷൻ ആയിരിക്കണം ആദ്യം എടുക്കേണ്ടത്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. സോ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് എക്സും ഇ റൈസ് ടു എക്സും. നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഓൾജിബ്രായിക് ഫംഗ്ഷനും ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ഐലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്, എ അല്ലേ ആദ്യം വരുന്നത്. സോ ഓൾജിബ്രായിക് ഫംഗ്ഷൻ വേണം യു ആയിട്ട് എടുക്കാൻ. സോ എന്തെടുക്കും, യു ഈക്വൽ ടു എക്സ് എന്നെടുക്കും, വി ഡാഷ് ആയിട്ട് ഇ റൈസ് ടു എക്സ് എടുക്കും. ഇനി നമ്മുടെ ഫോമുലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ വേണം. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈസ് യു വി മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് വി. സോ യു ഡാഷ് വേണം. സോ അതുകൊണ്ട് ഞാൻ യു ഡാഷ് കണ്ടുപിടിക്കുകയാണ്. യു ഡാഷ് ഈസ് 1, യു എക്സ് ആണ്, യു ഡാഷ് ഡെറിവേറ്റീവ്. സോ 1 കിട്ടും. ഇനി വി ഡാഷ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. നമുക്ക് വി വേണം ഈ ഫോമുലയിൽ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ വി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ് ആണ്. ഓക്കെ, കാരണം വിയുടെ ഡെറിവേറ്റീവ് ആണ് വി ഡാഷ്. സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി കിട്ടും. ഓക്കെ, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ. സോ വി ഈസ് ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ്. ഇനി ഈ ഫോമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോമുല ഈസ് ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈസ് യു വി മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് വി, ദാറ്റ് ഈസ് ദെർഫോർ ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈസ് യു. യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സ്, ഇൻറ്റു വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇ റൈസ് ടു എക്സ്, മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് ഈസ് 1 ആൻഡ് വി ഈസ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു ഡി എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈസ് ഇ റൈസ് ടു എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി കൊടുക്കുന്നു. ഇനി ഇ റൈസ് ടു എക്സ് കോമൺ എടുക്കുന്നു. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് സി. സോ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. നെക്സ്റ്റ് ഇൻ്റഗ്രൽ എക്സ് സൈൻ 2x ഡി എക്സ്. സോ ഇവിടെ നോക്കിയാൽ അറിയാം രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഓൾജിബ്രായിക് ഇവിടെ എക്സ് ഓൾജിബ്രായിക് ഫംഗ്ഷനും സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം എക്സ് എന്ന് പറയുന്ന ഓൾജിബ്രായിക് ഫംഗ്ഷനും സൈൻ 2x ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും. ഐലേറ്റിൽ നോക്കിയാൽ എ ആണ് ആദ്യം വരുന്നത്. സോ ഓൾജിബ്രായിക് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. സോ യു ആയിട്ട് എടുക്കണം. യു ഈക്വൽ ടു എക്സ്, വി ഡാഷ് ആയിട്ട് സൈൻ 2x എടുക്കുന്നു. യു ഡാഷ് കണ്ടുപിടിച്ചാൽ 1 വരും. വി കണ്ടുപിടിക്കുന്നു. വി ഈസ് ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ്, ഇൻ്റഗ്രൽ സൈൻ 2x ഡി എക്സ് ഈസ് മൈനസ് കോസ് 2x/2. ഫോമുല എഴുതുന്നു. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈസ് യു വി മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് വി, ദെർഫോർ ഇൻ്റഗ്രൽ എക്സ് സൈൻ 2x ഡി എക്സ് ഈസ്, ഇനി ഫോമുലയിലെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഈസ് എക്സ് and v is minus cos 2x/2 minus integral u dash is 1 into v is minus cos 2x/2 dx, that is minus x cos 2x/2 minus 1/2 outside എടുക്കുന്നു. integral cos 2x is sin 2x/2 plus c, that is minus x cos 2x/2 minus sin 2x/4 plus c. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റ് log x. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. log x ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് വെച്ച് മാത്രമേ പറ്റുള്ളൂ log x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. സോ നമ്മൾ log xനെ നമുക്ക് എങ്ങനെ എഴുതാം, log x ഇൻറ്റു 1 എന്ന് എഴുതാൻ സാധിക്കും. എന്നിട്ട് യു ആയിട്ട് എന്തെടുക്കണം, log x എടുക്കണം. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. log xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന മെത്തേഡേ പറ്റൂ. log x ഇൻറ്റു 1 എന്ന് എഴുതണം. എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് log x എടുക്കണം, വി ഡാഷ്. സെക്കൻഡ് ഫംഗ്ഷനെ വി ഡാഷ് എന്നാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. വി ഡാഷ് ആയിട്ട് 1 എടുക്കണം. ഇങ്ങനെ എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് log x ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. സോ യു ഡാഷ് കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് 1/x. വി ഡാഷിൽ നിന്ന് വി കണ്ടുപിടിക്കുന്നു. വി ഈസ് ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ്, ഇൻ്റഗ്രൽ 1 dx, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി എക്സ്, ദാറ്റ് ഈസ് എക്സ്. ഫോമുല എഴുതുന്നു. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈസ് യു വി മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് വി, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ log x ഡി എക്സ് ഈസ് ഇൻ്റഗ്രൽ log x ഇൻറ്റു 1 ഡി എക്സ്. log xനെ log x ഇൻറ്റു 1 എന്ന് എടുക്കുന്നു. സോ ഇത് യുവും ഇത് വി ഡാഷും. സോ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വി, that is log x into x minus integral 1/x into x dx, that is x log x minus integral dx, that is x log x minus x plus c. x outside എടുത്ത x into log x minus 1 plus c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1/x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഡയറക്റ്റ് നമ്മൾ യുവും വി ഡാഷും ആയിട്ട് എടുക്കുമല്ല, ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ ഈ പ്രോബ്ലം ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. So integral e raised to x into x plus 1/x plus 2 the whole square dx, that is e raised to x into ന്യൂമറേറ്ററിൽ x plus 1 ഉണ്ട്. x plus 1നെ എനിക്ക് എങ്ങനെ എഴുതാം, x plus 2 minus 1 എന്ന് എഴുതാം. x plus 2 minus 1 ചെയ്താൽ എന്താ കിട്ടുന്നത്, x plus 1 ആണ്. സോ e raised to x into x plus 2 minus 1/x plus 2 the whole square dx.
ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഞാൻ ഈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട്. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ബൈ എക്സ് പ്ലസ് ടു മൈനസ് 1 ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. സോ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് ആണ് ഇൻ്റഗ്രൽ. സോ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുകയാണ് ആദ്യം. സോ ഫസ്റ്റ് കൺസിഡർ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ്. സോ ഇതിനെ ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഐലേറ്റ് വെച്ച് ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇ റൈസ് ടു എക്സും 1 ബൈ എക്സ് പ്ലസ് ടു. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം 1 ബൈ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ഓൾജിബ്രിക് ഫംഗ്ഷനും ഇ റൈസ് ടു എക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും. സോ ഐലേറ്റ് റൂൾ വെച്ച് ഓൾജിബ്രിക് ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കും. സോ യു ഈസ് 1 ബൈ എക്സ് പ്ലസ് ടു, വി ഡാഷ് ഈസ് ഇ റൈസ് ടു എക്സ്, യു ഡാഷ് കണ്ടുപിടിക്കുന്നു മൈനസ് 1 ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. വി ഡാഷിൽ നിന്ന് വി ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ അത് ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഫോമുല ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോമുല അപ്ലൈ ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ആ ഇൻ്റഗ്രൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മൾ ഇക്വേഷൻ 1 നോക്കിയാൽ നമുക്കറിയാം അതേ ഇൻ്റഗ്രൽ തന്നെ ഇക്വേഷൻ 1 ഇവിടെ കിടപ്പുണ്ട്. ഒരു മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. സോ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഈ ഇൻ്റഗ്രൽ ഇനി ഇവാലുവേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 ഈ രണ്ട് ഇൻ്റഗ്രൽസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് കൂടെ ഞാനിവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ്. സോ ഇവിടെ നിങ്ങളറിയാം ഓൾജിബ്രിക് ഫംഗ്ഷനാണ് എക്സ്, മറ്റേത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ യു ആയിട്ട് എക്സ് എടുക്കുന്നു. ആസ് യൂഷ്വൽ ചെയ്യുക, പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്ത് എടുത്ത് പറയാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഈ എക്സ് ക്യൂബിനെ ഞാൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതുന്നു. സോ ഇത് ഈ രീതി ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് യു ആയിട്ട് ഈ സെക്കൻഡ് ഫംഗ്ഷന് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയറിനകത്ത് എന്താണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. എന്നാൽ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾജിബ്രിക് ഫംഗ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ യു ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കുന്നു. വി ഡാഷ് ആയിട്ട് ഇൻ്റഗ്രൽ വി ഡാഷ് ആയിട്ട് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോ യു ഡാഷ് 2x കിട്ടും. വി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇവിടെ മൈനസ് എക്സ് സ്ക്വയറിന് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. മൈനസ് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കുന്നു. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2x ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. സോ എക്സ് ഡി എക്സ് ഈസ് മൈനസ് ഡി ടി ബൈ 2 എന്ന് കിട്ടും. സോ വി ഈസ് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ വി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എന്താവും? ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടി ആണ്. സോ ഇ റൈസ് ടു ടി ഇൻറ്റു എക്സ് ഡി എക്സ് എന്നുള്ളതിന് മൈനസ് ഡി ടി ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡി ടി, ദാറ്റ് ഈസ് മൈനസ് 1/2 ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഈസ് ഇ റൈസ് ടു ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. സോ ടിയുടെ വാല്യൂ ആണ് ഞാനിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ടിയുടെ വാല്യൂ മൈനസ് എക്സ് സ്ക്വയർ ആണ് ലാസ്റ്റ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇനി ജസ്റ്റ് ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1/2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻ്റഗ്രൽ 2x ഇൻറ്റു മൈനസ് 1/2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇവിടെ നമുക്ക് രണ്ടാമതൊരു ഇൻ്റഗ്രലാണ് വരുന്നത്. ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത്. എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വി ഡാഷ് ആണ്. എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വി ഡാഷ് ആണ്. സോ ഇത് ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ് എന്നാവും. ഇൻ്റഗ്രൽ വി ഡാഷ് ഡി എക്സ് ഈസ് വി ആണ്. സോ പ്ലസ് വി പ്ലസ് സി, വിയുടെ വാല്യൂ നമുക്കറിയാം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്, മൈനസ് 1/2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ സൊല്യൂഷനിലേക്ക് എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഐലേറ്റ് എന്ന ഈ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. ഇത് ഐലേറ്റ് എന്ന് പറയുന്ന ആ റൂള് വയലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഇങ്ങനെ എടുത്താൽ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. സോ ഞാൻ ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഐ എന്ന് കൊടുത്ത് തന്നെ ചെയ്യണം. ഇ റൈസ് ടു എക്സ് ബൈ ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്നോ അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ്, അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് പ്രോബ്ലമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിന് ഫസ്റ്റ് ഐ എന്ന് കൊടുക്കണം. അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. സോ ഐ ഈസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ്.
എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഹൈലൈറ്റ് റൂൾ വെച്ച് TE ആണ് ലാസ്റ്റ് വരുന്നത്. സോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആദ്യത്തെ ഫംഗ്ഷനായിട്ടും ആണ് എടുക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആദ്യത്തെ ഫംഗ്ഷനായിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. ഹൈലൈറ്റ് എന്ന് പറയുന്ന റൂള് വയലേറ്റ് ചെയ്യപ്പെടുന്നൊരു ക്വസ്റ്റൻ ആണ്. സോ u ഈസ് e raised to ax ആൻഡ് v dash ഈസ് cos bx. u dash കണ്ടുപിടിക്കുന്നു a e raised to ax dx. v ഈസ് ഇൻ്റഗ്രൽ v dash dx. സോ ഇൻ്റഗ്രൽ cos bx dx ദാറ്റ് ഈസ് sin bx by b എന്ന് കിട്ടും. ഇനി ഫോമുല എഴുതുന്നു. ഇൻ്റഗ്രൽ u v dash ഈസ് uv മൈനസ് ഇൻ്റഗ്രൽ u dash v. So I is integral e raised to x cos bx dx. u is e raised to x into v is sin bx by b minus integral u dash is a e raised to x v is sin bx by b dx. That is e raised to x by b sin bx minus a by b integral e raised to x sin bx dx. സോ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. കാരണം ഇവിടെ ഒരു ഇൻ്റഗ്രൽ വന്നിട്ടുണ്ട് ഇതിനകത്ത്. സോ ഇനി നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഞാൻ ആ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ എഗെയിൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എനിക്ക് അപ്ലൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെയും ഞാനത് വയലേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ യു ആയിട്ട് ഇ റൈസ് ടു എക്സും വി ഡാഷ് ആയിട്ട് സൈൻ ബി എക്സും എടുക്കുക. യു ഡാഷ് കണ്ടുപിടിക്കുന്നു, വി ഇവാലുവേറ്റ് ചെയ്യുന്നു. എഗെയിൻ ഇതിന് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ ബി എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫോമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ എന്താണ് കിട്ടുന്നത്? സെക്കൻഡ് ടേം എ ബൈ ബി ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്നാണ് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതിന് ഞാൻ ഐ എന്ന് കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ജസ്റ്റ് ഐ എന്ന് കൊടുത്തത്. ഇത് എപ്പോഴും എഴുതണ്ടല്ലോ. സോ ഞാനതിന് ഐ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഇൻ്റഗ്രലിന് ഐ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രലാണ്. സോ അതിനിവിടെ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ നമ്പർ 1 ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുവന്ന് ഈ 2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ ഈസ് ഇ റൈസ് ടു എക്സ് ബൈ ബി സൈൻ ബി എക്സ് മൈനസ് എ ബൈ ബി ഇൻറ്റു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഐ എന്ന് പറയുന്നൊരു ടേം വരുന്നു. സോ ഇതിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കി അതുപോലെ തന്നെ എഴുതുന്നു. എന്നിട്ട് ഐ ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. നെക്സ്റ്റ് ഞാനൊരു ബി സ്ക്വയർ വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എനിക്ക് ഐ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് എന്താണ്? ഇ റൈസ് ടു എക്സും കൂടെ കോമൺ എടുത്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബി സൈൻ ബി എക്സ് പ്ലസ് എ കോസ് ബി എക്സ് എന്ന് കിട്ടും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഇനി.